മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. കണ്ണൂരിൽ നിന്നും ഒരു കർഷകമിത്രം. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഒരു യുവ കർഷകനായ KT ശ്രീധരൻ നമ്പൂതിരിയെ നമുക്കിന്ന് പരിചയപ്പെടാം. 2009-2010 കാലഘട്ടത്തിലാണ് ശ്രീധരൻ നമ്പൂതിരി കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രധാനമായി നെൽകൃഷി, തെങ്ങ്, വാഴ, പച്ചക്കറി, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തത്തോടുള്ള കൃഷി, കുരുമുളക് നഴ്സറി, അതുപോലെ തന്നെ കല്യാശ്ശേരി ബ്ലോക്കിൻ്റെ കീഴിൽ പച്ചക്കറി വികസന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള മിനി നഴ്സറി, പച്ചക്കറി ചെടി ഉൽപ്പാദന മിനി നഴ്സറി, അതുപോലെ തന്നെ കുറച്ച് കാർഷിക കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ് ഇവരിപ്പോൾ ചെയ്തു വരുന്നത്. അതോടൊപ്പം 2009 മുതലാണ് കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യമായി കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ കൃഷിഭവൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷി രംഗത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്തത്. പാരമ്പര്യ കാർഷിക കുടുംബമാണെങ്കിൽ പോലും പുതിയ കൃഷി രീതികൾ മനസ്സിലാക്കുകയും മാറി വന്ന സാഹചര്യ കാലാവസ്ഥയും മറ്റൊക്കെ അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷി രീതികൾ പഠിക്കുകയും അതുപോലെ തന്നെ ആ സമയത്ത് പഠിച്ച കാര്യങ്ങൾ കൃഷിയിടത്തിൽ പ്രയോഗിച്ച് നോക്കുക, വിജയിച്ച കാര്യങ്ങൾ മറ്റ് കർഷകരിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നെൽകൃഷിയിൽ തന്നെ ശാസ്ത്രീയ വിളപരിപാലന മുറകളാണ് അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് മികച്ച ഉൽപ്പാദനം സാധ്യമാകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം വ്യാപിച്ചു കിടക്കുന്നത് തനിക്ക് പാരമ്പര്യമായി ലഭിച്ച 3 ഏക്കർ കൃഷിഭൂമിയിലാണ്. ധാരാളം യുവാക്കൾ കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ശ്രീധരൻ നമ്പൂതിരിയെ ഇവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളാണ്. കൃഷിയിൽ തനിക്ക് ലഭിക്കുന്ന അറിവുകൾ തൻ്റെ കൃഷിയിടത്തിൽ പ്രായോഗികമാക്കി അത് വിജയകരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കർഷകർക്കും വിദ്യാർത്ഥികൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അത് പകർന്നു നൽകുകയും ചെയ്യുന്നു. കാർഷിക മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ വേറിട്ട പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് 2017-18 കർഷക മിത്ര അവാർഡ് നൽകി സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു. കാർഷിക പരിശീലനം നേടേണ്ട ഭാഗമായി ഒട്ടുമുഖ കൃഷിരീതികളും കൃഷിയിടത്തിൽ പരീക്ഷിക്കുകയും അതുപോലെ തന്നെ മറ്റ് കർഷകർക്ക് ആവശ്യമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് കൂടുതലായിട്ട് ക്ലാസ്സുകളും മറ്റൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന സർക്കാർ കർഷക മിത്ര, കാർഷിക വിജ്ഞാന വ്യാപനത്തിനായിട്ടുള്ള 2017 വർഷത്തെ കർഷക മിത്ര എന്നുള്ളൊരു അവാർഡിന് പരിഗണിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇപ്പോൾ ചിങ്ങം 1-ന് പ്രഖ്യാപനം നടന്നുവെങ്കിലും ഇപ്പോൾ 2018 ഡിസംബറിൽ 30 വൈഗ തൃശ്ശൂർ വെച്ച് നടന്ന വൈഗയിൽ വെച്ചിട്ട് കൃഷിമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാനും സാധിച്ചിട്ടുണ്ട്. ശ്രീധരൻ നമ്പൂതിരിയുടെ കൃഷി പാഠശാലയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 2 ഏക്കറിൽ സ്ഥിരമായി നെൽകൃഷി ചെയ്തു വരുന്നു. പൂർണ്ണമായി യന്ത്രവൽക്കരണം നെൽകൃഷിയിൽ നടപ്പിലാക്കുന്നത് വഴി
സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിളവ് ലഭിക്കുവാൻ സാധിക്കുന്നതായി ഇദ്ദേഹം പറയുന്നു. നെൽകൃഷിയിൽ അതുപോലെ തന്നെ ചെറുതാഴം സസ്യാരോഗ്യ ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രീയ വിള പരിപാലന മുറകളുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ശാസ്ത്രീയമായിട്ട് വിള പരിപാലന മുറകൾ ചെയ്യുകയും അതുപോലെ തന്നെ പരമാവധി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നടിയിലും അതുപോലെ തന്നെ കള നിയന്ത്രണവും അതുപോലെ തന്നെ കൊയ്ത്ത് അതുപോലെ തന്നെ ഒഴിവ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരമാവധി കാര്യങ്ങൾ യന്ത്രവൽക്കരണം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷാമം ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദനവും മികച്ച ഉൽപ്പാദനം ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ ഉൽപ്പാദനം 2 മുതൽ 3 ടൺ പെർ ഹെക്ടർ എന്നതിലാണ് നെൽകൃഷിയിലത്തെ പ്രാദേശികമായ ഉൽപ്പാദനം. അത് പരമ്പരാഗത കൃഷി രീതികളും നാടൻ വിത്തിനങ്ങളുമാണ് സാധാരണ കർഷകർ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ സങ്കരീന വിത്ത് അല്ലെങ്കിൽ ഉമ ജ്യോതി പോലെയുള്ള വിത്തുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെൽകൃഷിയിൽ നാട്ടി വെക്കുക, മറ്റ് കർഷകർ വിതക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ വിതക്കുമ്പോൾ തന്നെ വിത്തിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് വേരിയേഷൻ വരുന്നുണ്ട്. സാധാരണ വിതക്കുകയാണെങ്കിൽ 40 മുതൽ 60 കിലോ വരെ നമ്മുടെ പ്രദേശത്തെ കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മെഷീനിൽ നാട്ടി വെക്കുന്ന സമയത്ത് എനിക്ക് 16 മുതൽ 20 കിലോ വിത്ത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ രാസവള പ്രയോഗം മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ മാത്രം അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമേ രാസവള പ്രയോഗം ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ കീടനാശിനി പരമാവധി ഉപയോഗിക്കാതെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ കൃഷി ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായി അളന്ന് 3 മില്ലി ആണെങ്കിൽ 3 മില്ലി കൃത്യമായിട്ട് അളന്ന് ആ തോതിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ശത്രുകീടങ്ങൾ മാത്രം നശിക്കുകയും മിത്രകീടങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്നൊരു അവസ്ഥയും എൻ്റെ കൃഷിയിടത്തിൽ കാണാറുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല, സമീപ ജില്ലകളിലെയും കർഷകർക്കും കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്കും കൃഷി അറിവുകൾ പകർന്നു നൽകുന്നതിനായി ശ്രീധരൻ നമ്പൂതിരി പ്രത്യേകം സമയം കണ്ടെത്തുന്നു. ഈ കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കർഷകരുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ യുവ കർഷകരിൽ വിജ്ഞാന വ്യാപന രംഗത്ത് സജീവമായ ഒരു കർഷകൻ അപൂർവമാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ അറിവ് ലഭിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുത്ത് നൽകുന്നതിന് വേണ്ടി പല സാമൂഹ്യ സന്നദ്ധ സംഘടനകളും അദ്ദേഹത്തെ തേടിയെത്താറുണ്ട്. ഈ അവാർഡ് ലഭ്യമായതിന് ശേഷം കാസർഗോഡ് ജില്ലകളിൽ പല സ്ഥലങ്ങളിലും കൃഷി വകുപ്പുമായും അതുപോലെ തന്നെ മറ്റ് സ്വാശ്രയ ഗ്രൂപ്പുമായും ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീധരൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചെറുതാഴം കൃഷിഭവൻ കീഴിലുള്ള സവിശേഷത, ചെറുതാഴം കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 400ഓളം ഹെക്ടർ നെൽകൃഷി ചെയ്യുന്ന ഒരു കൃഷിഭവൻ, ഒരു കൃഷിസ്ഥലം ഉള്ള പ്രദേശമാണ് ഈ ചെറുതാഴം കൃഷിഭവൻ. അവിടെ ഏകദേശം 2 ഏക്കറോളം കൃഷി ചെയ്ത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിൽ കൃഷി ചെയ്ത് കൃഷിക്കാരുടെ ഇടയിലും പാടശേഖരത്തിൻ്റെ ഇടയിലും വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കർഷകനാണ് ശ്രീ KT ശ്രീധരൻ നമ്പൂതിരി. തൻ്റെ വീടിനോട് ചേർന്ന് പ്രത്യേക പഠനശാലയും കർഷകർക്കായി ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. കുരുമുളക് തൈ ഉൽപ്പാദനത്തിൽ വിവിധ രീതികൾ ഇവിടെ പരീക്ഷിച്ചു വരുന്നു. 10 സെന്റ് സ്ഥലത്ത് 50 കോളം തയ്യാറാക്കി കോളം മോഡൽ പ്രദർശനത്തോട്ടമൊരുക്കി കുറ്റിക്കുരുമുളക് തൈ ഉൽപ്പാദനത്തിലും ഇദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു. പല കർഷകരും ചോദിക്കാറുണ്ട്, കുറ്റിക്കുരുമുളക് നിലത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ അതിന് താങ്ങുകാല് വേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിലൊരു ഉദാഹരണം അല്ലെങ്കിൽ ഉത്തരം ചെയ്തതാണ്. സാധാരണ നമ്മൾ സിമൻറ്റ് പൈപ്പുകളാണ് ഈ കാണുന്നത്. സിമൻറ്റ് പൈപ്പുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. കുറ്റിക്കുരുമുളക് സാധാരണ നിലത്ത് നടാൻ പറ്റും. നടുകയും പിന്നീട് ചെറിയ രീതിയിൽ കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ചാക്ക് കൊണ്ടോ ഒന്ന് നിലത്ത് കവർ ചെയ്യുക. അതുപോലെ ചളി തെറിക്കാതിരിക്കാൻ മറ്റൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് എല്ലാ കുറ്റിക്കുരുമുളകിലും കേറുതല വള്ളികളും ചെന്തലകളും സ്വാഭാവികമായിട്ടുണ്ടാവും. അത്തരത്തിൽ വരുന്നതിന് ഒരു പരിധിവരെ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ ഇതുപോലെ ചെറിയ ആവശ്യമുള്ള ചെറുത് വെക്കാം. എല്ലാം മറ്റേ പിന്നിൽ കാണുന്ന പോലെ വലിയ മറ്റേ പൈപ്പാണ്. പൈപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ കയറ്റി വളർത്താൻ പറ്റും. ഇതിലിവിടെ എത്തുന്ന സമയത്ത് നമ്മൾ തലഭാഗം മുറിച്ച് കളഞ്ഞാൽ കുറ്റിക്കുരുമുളക് നമ്മൾ ആവശ്യമുള്ള ഹൈറ്റിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകിച്ച് എല്ലാ കാലത്തും ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അതുതന്നെ അതിനിപ്പോൾ എല്ലാ കാലത്തും ചില മറ്റേ വെള്ളത്തിൽ കൂടിയാണ് ഇത് പരാഗണം കാര്യമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചാൽ എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ പഴുത്തതുണ്ടാവും, പകുതി വളഞ്ഞ കുരുമുളക് ഉണ്ടാവും.
അതുപോലെ തന്നെ ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുരുമുളകിൻ്റെ പൂക്കളുണ്ടാകും. ഇതൊക്കെ ഈ കുരുമുളകിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ കാലത്തും ചില നിരന്തരം പുഷ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതിലാണ്. സാധാരണ കുരുമുളക് തന്നെ ഉണ്ടാക്കുന്നതാണ്. എങ്കിലും പുഷ്പിക്കുമ്പോൾ നമ്മൾ വെള്ളവും വളപ്രയോഗം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുഷ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് പരാഗണം നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വെള്ളത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പരാഗണം നടക്കാൻ പ്രശ്നം വരുന്നില്ല. അല്ല എങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായി അറിയാം. രാവിലെ കാലത്ത് 7 മണിക്കും 9 ഇടയിലാണ് ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ വിരിയുക. അപ്പോൾ ആ സമയത്ത് അതിന് പരാഗണം നടക്കാൻ ആവശ്യമായ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും കുറ്റിക്കുരുമുളകിൽ നിന്ന് അല്ലെങ്കിൽ കുരുമുളകിൽ നിന്ന് പച്ചക്കുരുമുളക്, പഴുത്ത കുരുമുളക് എല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ചെറിയൊരു രീതിയാണ് സാധാരണ ഇതിൽ തന്നെ മൈക്രോ സ്പ്രിംഗ്ലറാണിത്. കുരുമുളകിൽ നിന്ന് എല്ലാ കാലത്തും കുരുമുളക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, പൈപ്പ് ഫിറ്റ് ചെയ്യുകയും ചെറിയ മൈക്രോ ട്യൂബ് ഫിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മൈക്രോ സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നീട് ഇതുപോലെ തന്നെ കൊടുക്കുകയാണ്. കാലത്ത് 7 മണിക്കും 9 ഇടയിൽ ഇതുകൂടി അല്ലെങ്കിൽ 1-2 മിനിറ്റ് നേരം അത്രയും ആവശ്യമുള്ളൂ. ചില പരാഗണം നടക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ കാലത്തും കാലത്ത് 7-നും 9-നും ഇടയിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു വെള്ളം സ്പ്രേ കൊടുക്കേണ്ട സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് കുറ്റിക്കുരുമുളകിൽ നിന്ന് അല്ലെങ്കിൽ കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്ക് പച്ചക്കുരുമുളകും പഴുത്ത കുരുമുളകും എല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. വിളകൾക്ക് വേരോട്ടം കൂട്ടുവാനും പോഷകമൂലകങ്ങൾ ആഗിരണം ചെയ്യുവാനും സഹായിക്കുന്ന ഒരിനം കുമിളാണ് വാം അഥവാ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. ഇതിൻ്റെ ഉൽപ്പാദന യൂണിറ്റ് തയ്യാറാക്കി വാം ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ വിവിധ വിളകളിലെ വാമിൻ്റെ പ്രവർത്തന രീതിയും വിശദമായി പഠിച്ച ശേഷം കർഷകർക്ക് ഈ കുമിളിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നു. ഇപ്പോൾ ചോളം പോലെ പുല്ലുവർഗ്ഗ വിളകളാണ് ഇത് വാം എന്നുള്ളത് ജീവാണു കൂടുതൽ വളരുക. അതിൻ്റെ അകത്തും പുറത്തുമായിട്ട്, വേരിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ളതാണ് ഇത് വളരുന്നത്. അന്തർവ്യാപന ശേഷിയുള്ള ഒരു ജീവാണുവാണ്. അപ്പോൾ അതിന് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വാമിൻ്റെ ഇത് വാങ്ങുകയും ഇവിടെ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അവിടെ നിന്ന് വാങ്ങുകയും നമ്മൾ ഒരു ചട്ടിയിൽ 20 ഗ്രാം വെച്ച് ഇട്ടു. അതുപോലെ തന്നെ ഒരു ചോളത്തിൻ്റെ ചെടി മാത്രം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് വേരുകൾ, ചില ഫോസ്ഫറസ് വളങ്ങളുടെ പ്രാധാന്യം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ചില വേര് പഠനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എത്രയോ ഇരട്ടി നമുക്ക് വേര് പടലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുകയും അതിൻ്റെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് 91% ജീവാണു ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരുന്നു. തോട്ടത്തിലെ ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ജൈവ വളമാക്കി മാറ്റുന്ന മണ്ണിര കമ്പോസ്റ്റും ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ആഫ്രിക്കൻ മണ്ണിരകളായ യൂട്രിലസ് യൂജിന എന്ന ഇനം മണ്ണിരയെ ഉപയോഗിച്ചാണ് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കി തൻ്റെ തോട്ടത്തിലെ വിവിധ വിളകൾക്ക് പോഷകം നൽകുന്നത്. സന്ദർശകർക്ക് തേനീച്ച വളർത്തലിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിനായി തോട്ടത്തിൽ അവിടെ തേനീച്ച കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം കൃഷിഭവനിൽ നിന്നും ലഭിച്ച പച്ചക്കറി തൈ ഉൽപ്പാദന യൂണിറ്റിലൂടെ കല്യാശ്ശേരി ബ്ലോക്കിലെ കൃഷിഭവനുകൾ വഴി കർഷകർക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു വരുന്നു. വാഴക്കൃഷിയിലും മുന്നേ ചില നേന്ത്രവാഴക്കൃഷിയിൽ 2-3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. അയർ ഉപയോഗം, അതുപോലെ തന്നെ സ്യൂഡോമോണസിലെ കന്ന് പരിചരണം നടത്തി വെക്കുക, അതുപോലെ തന്നെ ഒരു 60 ഡിഗ്രി ചൂടുവെള്ളത്തിൽ വാഴക്കന്ന് മുക്കി നടുക, എല്ലാം നല്ലത് തന്നെ. പക്ഷേ എങ്കിലും ചൂടുവെള്ളത്തിൽ മുക്കി നല്ല പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്യൂഡോമോണസിൽ പരിചരണം നടത്താൻ വേണ്ടി മാത്രമേ നിർദ്ദേശിക്കാറുള്ളൂ. അതിലും മോശമില്ലാത്ത നല്ല ഉൽപ്പാദനം ലഭിക്കാറുണ്ട്. ഞാൻ 2012 തവനൂർ വെച്ചൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പോൾ അത് വന്നതിന് ശേഷം പിന്നീട് ഞാൻ പ്ലാസ്റ്റിക് മൾച്ചിങ് ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ സാധാരണ കൃഷി വകുപ്പ് പറയുകയാണെങ്കിൽ വെള്ളരി ഒരു സെൻറ്റിലേക്ക് 75 കിലോ 50 കിലോ ഒക്കെയാണ് കൃഷി വകുപ്പിൻ്റെ നമ്മളെ ബുക്ക്ലെറ്റിൽ പറയുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ 150 കിലോയിൽ മേലെ ഒരു സെൻറ്റിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ചില കള നിയന്ത്രണം, ചില പ്ലാസ്റ്റിക് മൾച്ചിങ്ങിൻ്റെ പ്രധാന നിയന്ത്രണം ഇതും പ്ലാസ്റ്റിക്കിൽ കള നിയന്ത്രണം ചെയ്യുകയും അതുപോലെ തന്നെ വെള്ളം കുറച്ച് മതി എന്നുള്ളതും, അതുപോലെ തന്നെ വളപ്രയോഗത്തിന് ചില വെഞ്ചുറി എന്നുള്ളൊരു ചെറിയൊരു മിഷൻ ചെറിയ മോട്ടറിൻ്റെ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. വെള്ളത്തോടു കൂടി വളപ്രയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളെല്ലാം സാധിക്കുന്നതുകൊണ്ട്
കള നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണിന് ഉറപ്പ് വരുന്നില്ല. ചില പ്ലാസ്റ്റിക്കിനടിയിൽ ഈ ഡ്രിപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് മികച്ച ഉൽപ്പാദനം സാധ്യമാവുന്നുണ്ട്. തിരിനന യൂണിറ്റ് തയ്യാറാക്കി പച്ചക്കറി വിളകളും ഇഞ്ചിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് പരിമിതമായ ജലം ഉപയോഗിച്ച് കൃഷി എങ്ങനെ വിജയകരമാക്കാമെന്നും ഇദ്ദേഹം സന്ദർശകരെ പഠിപ്പിക്കുന്നുണ്ട്. 2 സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ശ്രീധരൻ നമ്പൂതിരിയെ കൃഷിയിൽ സഹായിക്കാനായുള്ളത്. തെങ്ങ് കയറ്റ യന്ത്രത്തിന്റെ സഹായത്താൽ തെങ്ങിൽ കയറി തേങ്ങയിടാനും കൃഷി പരിപാലിക്കുന്നതിനും ഇവർ സമർത്ഥരാണ്. സ്ത്രീ തൊഴിലാളികൾ മാത്രമല്ല, ശ്രീധരൻ നമ്പൂതിരിയും തൊഴിലാളികളിൽ ഒരാളായി തെങ്ങിൽ നിന്ന് തേങ്ങയിടാനും തേങ്ങ ശേഖരിക്കുവാനുമൊക്കെ ഒപ്പമുണ്ട്. കാർഷിക മേഖലയിൽ സജീവമായതോടുകൂടി കൃഷി വകുപ്പിൻ്റെ പല വിധത്തിലുള്ള സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ കാർഷിക പുരോഗതി കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്മാം പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് ലഭിച്ച ട്രാക്ടർ, അത് അദ്ദേഹത്തിന് സ്മാം പദ്ധതിയിൽ കൃഷി വകുപ്പ് നൽകിയെങ്കിലും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ചെറുതാഴം കൃഷിഭവന് കീഴിലുള്ള 12 പാടശേഖരങ്ങൾക്കാണ്. ഈ 12 പാടശേഖരങ്ങൾക്കും നിലം ഉഴുകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്മാം പദ്ധതി ആനുകൂല്യത്തോടുകൂടി വാങ്ങിയ ട്രാക്ടർ ഉപയോഗിക്കുന്നത്. അതിന് പുറമെ പണി കഴിഞ്ഞതിന് ശേഷം മറ്റ് പഞ്ചായത്തുകളിലും പോയി ഈ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പുറമെ ഇദ്ദേഹത്തിന് SHM പദ്ധതിയിൽ ഷെയ്ഡ് നെറ്റ്, അതുപോലെ തന്നെ നഴ്സറി, വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ മിനി നഴ്സറി, ഇങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും കൃഷി വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇദ്ദേഹത്തിന് ഈ 2018-19 വർഷം കൊടുത്ത മിനി നഴ്സറിയിലാണ് 50,000 തൈകളോടെ ഉൽപ്പാദിപ്പിച്ച് കല്യാശ്ശേരി ബ്ലോക്കിലെ 8 കൃഷിഭവനുകൾക്ക് തൈകൾ അദ്ദേഹം നൽകിയിട്ടുള്ളത്. ശ്രീധരൻ നമ്പൂതിരിയുടെ തോട്ടം കൃഷിയുടെ ഒരു പാഠശാലയാണ് എന്ന് തന്നെ പറയാം. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വിവിധയിനം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷിവിളകളെ അടുത്തറിയുവാനും സംശയ ദൂരീകരണം നടത്തുവാനും അത് അവർക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ അറിവ് പകർന്നു കൊടുക്കാനും ശ്രീധരൻ നമ്പൂതിരി സദാ ജാഗരൂകനാണ്. എന്നെപ്പോലുള്ള യുവതലമുറ കൃഷി രംഗത്തേക്ക് വരുന്നതിന് ഒട്ടും തന്നെ മടിക്കേണ്ടതില്ല. കാരണം ഇന്ന് മുന്നേത്തെ അപേക്ഷിച്ചിട്ട് ഒട്ടുമുക്കാൽ കാര്യങ്ങളും ചില കാർഷിക വിജ്ഞാനങ്ങൾ നമുക്ക് നിരന്തരം പറയാൻ വേണ്ടിയും പഠിപ്പിക്കുന്നതിന് ആവശ്യമായി കൃഷിഭവനുകളുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികളിലൂടെ കർഷകർക്ക് അല്ലെങ്കിൽ യുവ കർഷകരെ രംഗത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ തന്നെ വൈകാ 2014 തന്നെ അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും മറ്റു ഒരുപാട് കാര്യങ്ങൾ യുവ കർഷകർക്ക് വേണ്ടിയിട്ട് സംരംഭം തുടങ്ങുന്നതിനായിട്ടും യുവ സംരംഭങ്ങൾ വരുന്നതിനായിട്ടും ഒട്ടനവധി പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃഷിയിൽ ഇറങ്ങി നഷ്ടം സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടും ആരും ഇറങ്ങാതിരിക്കേണ്ട. വെച്ചാൽ കാർഷിക വിളകൾക്കും മുന്നേത്തെ അപേക്ഷിച്ചിട്ട് എത്രയോ ഇരട്ടി നമ്മൾ ആനുകൂല്യങ്ങൾ വെച്ചാൽ നമ്മൾ ചില കൃഷിനാശം സംഭവിച്ചാൽ അതിന് വേണ്ടുന്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ഗവൺമെൻറ് തന്നെ ചെയ്തു വരുന്നുണ്ട്. കൃഷി ലാഭകരമാവണമെങ്കിൽ ശാസ്ത്രീയമായ വിള പരിപാലന മുറകൾ പഠിക്കുക തന്നെ വേണം. പഠിച്ചതിന് ശേഷം കൃഷിയിൽ ഇറക്കുക എങ്കിൽ മാത്രമേ ആവുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നമ്മൾ ആദ്യം വേണ്ടത് ബജറ്റ്. നമ്മൾ ഏത് കൃഷി ഇറങ്ങുമ്പോൾ എത്ര ചിലവ് വരും അതിന് കൃത്യമായിട്ടൊരു ബജറ്റ് തയ്യാറാക്കുക. അതിനുശേഷം തുടങ്ങുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചിലവ് കുറക്കാനും സംവിധാനമുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാവുള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത്, അശാസ്ത്രീയമായ രാസവള കീടനാശിനി പ്രയോഗം കൊണ്ട് അമിത ലാഭം കൊയ്യാമെന്ന് കരുതിയിട്ട് ഒരാൾ പോലും ഇതിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പം ശാസ്ത്രീയ വിള പരിപാലനം കൊണ്ട് മാത്രമേ ഇന്ന് കാർഷിക രംഗം കീഴടക്കാനാവുള്ളൂ എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറഞ്ഞത്. കാർഷിക രംഗത്തേക്ക് കടന്നു വന്നിട്ട് അധിക കാലമായിട്ടില്ലെങ്കിലും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൻ്റേതായ ഒരു വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയാവുകയാണ് ചെറുതാഴത്തെ കർഷകമിത്രമായ KT ശ്രീധരൻ നമ്പൂതിരി. ഇദ്ദേഹത്തോട് സംസാരിക്കാം. ഫോൺ നമ്പർ 9446168173.